ധനമന്ത്രി പ്രധാനമായിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ച ഒരു കാര്യം GST വന്നതിന് ശേഷം എന്താണ് കേരളത്തിൻ്റെ വരുമാന രംഗത്ത് സംഭവിച്ചത്, എന്തുകൊണ്ട് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിരുന്ന GST വന്നാൽ കേരളത്തിന് വലിയ നേട്ടമുണ്ടാകും, കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ കേരളം ഉപഭോഗം ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ നികുതി ഏർപ്പെടുത്തുന്നത് എന്താ പറയുക സെയിൽസ് ടാക്സ് ആയതുകൊണ്ട് വലിയ തോതിൽ നമുക്ക് അതിൻ്റെ നികുതിയുടെ വരുമാനത്തിൻ്റെ പങ്ക് കിട്ടും, കേരളത്തിന് ഏറ്റവും കൂടുതൽ മെച്ചം കിട്ടാനിടയുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് ധനമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം GSTയെ സ്വാഗതം ചെയ്തു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ഒരുപാട് തെറി കേട്ടു, അദ്ദേഹത്തിന് ഒരുപാട് പഴി കേട്ടു. പക്ഷേ എന്താ സംഭവിച്ചത്? കണക്കുകൾ പ്രകാരം GSTയുടെ ഇംപ്ലിമെൻറ്റേഷന് ശേഷമുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിന് പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹം ബജറ്റിൽ തുറന്നു പറഞ്ഞു, കേരളത്തിന് പ്രതീക്ഷിച്ച വരുമാനം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കേരളത്തിന് പ്രതീക്ഷിച്ച വരുമാനം കിട്ടാത്തത് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ഈ 3 സംസ്ഥാനങ്ങളിലും GST വന്നതിന് ശേഷം അവരുടെ നികുതി വരുമാനം കൂടി. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് ആ നഗരങ്ങൾ, ചെന്നൈ നഗരമായാലും ശരി, ഹൈദരാബാദ് നഗരമായാലും ബോംബെ ആയാലും ശരി, അവിടെയൊക്കെ വലിയ മാർക്കറ്റുകളാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഉൽപ്പാദിക്കുന്ന സംഗതികൾ അവിടെ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് വലിയ തോതിലുള്ള വരുമാനം അത് സർക്കാരുകൾക്ക് കിട്ടും. പക്ഷേ അതിന് കാര്യം അദ്ദേഹം പറയുന്നത് അവിടെ ഉപഭോഗം മാത്രമല്ല ഉൽപ്പാദനവും നടക്കുന്നു. ഇവിടെയാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. കേരളത്തിൽ ഉൽപ്പാദന രംഗം മരവിച്ച് കിടക്കുകയാണ്. കേരളത്തിൻ്റെ ജനങ്ങൾ വാങ്ങുന്ന സാധനം, എല്ലാ സാധനവും, അത് എന്ത് അരിയായാലും ശരി, തുണിയായാലും ശരി, കമ്പ്യൂട്ടറുകളായാലും ശരി, മറ്റെന്ത് സാധനങ്ങളായാലും ശരി മറ്റ് വിദേശത്തുനിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരികയാണ്, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വാങ്ങുകയാണ്. അപ്പോൾ ഈ കൊണ്ടുവരൽ പ്രക്രിയയിൽ ആണ് സംഭവങ്ങളുടെ പ്രശ്നം വരുന്നത്. ഇവിടെ ആൾ വാങ്ങാത്തതല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപഭോഗം നടക്കുന്ന സംസ്ഥാനം 1ാം സ്ഥാനത്ത് ഇന്നും കേരളമാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ സംഭവിക്കുന്നതാണ്, പുറത്തുനിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ വിൽക്കുന്ന സമയത്ത് നികുതിയിൽ ചോർച്ച സംഭവിക്കുന്നു. അപ്പോൾ ഈ ചോർച്ച തടയാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇപ്പം GST വന്നതിന് ശേഷം ഒരു 1.5 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. കാരണം അന്ന് സംഭവിക്കുന്നത് നികുതിയുടെ ഭാഗമായിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ വേണ്ടാന്ന് വെച്ചു, സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടാന്ന് വെച്ചു. പക്ഷേ നികുതി ചോർച്ച തുടരുകയും ചെയ്യുന്നു. നികുതി ചോർച്ച തുടരാനുള്ള കാരണം അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അണ്ടർ ഇൻവോയ്സിങ് നടക്കുന്നുണ്ട്, ഇ-വേ ബിൽ ഇല്ലാതെയാണ് പലപ്പോഴും വരുന്നത്. ഇതൊന്നും കണ്ടെത്താനോ തടയാനോ ഉള്ള ഒരു സംവിധാനവും നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലത്ത് വരുന്ന ലോറികൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള വേ ബ്രിഡ്ജുകൾ വെച്ചുകൊണ്ട് അതിനകത്തുള്ള സംഗതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഇലക്ട്രോണിക് ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറികളെ കണ്ടെത്താൻ അവർ നൽകുന്ന ഡിക്ലറേഷനും ഈ സാധനങ്ങളും തമ്മിലുള്ള എന്തെങ്കിലും വൈജാത്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു 100 കിലോ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് 200 കിലോ ആണ് കടന്നു വരുന്നെങ്കിൽ അത് ഇലക്ട്രോണിക് ആയിട്ട് കണ്ടെത്താൻ ഇങ്ങനെയൊക്കെയുള്ള പുതിയ മാർഗ്ഗങ്ങളെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങളുടെ വരുമാനത്തിനകത്ത് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് കിട്ടേണ്ട വരുമാനം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് കണ്ടെത്തിയിട്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ഊന്നൽ അദ്ദേഹം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പഴയ വാറ്റ് നികുതിയിലൊക്കെ തന്നെ പുതിയ എക്സംഷൻ നൽകിക്കൊണ്ടും പുതിയ ഒരു ക്രാഷ് പ്രോഗ്രാം ഏർപ്പെടുത്തിക്കൊണ്ടും ഒക്കെ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ നമ്മുടെ വരുമാന രംഗത്ത് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. നമ്മുടെ ബഡ്ജറ്ററി പ്രൊവിഷൻ പ്രകാരം ഒരു പ്രത്യേക ഇതിനപ്പം റവന്യൂ കമ്മിയും വരുമാന കമ്മിറ്റിയും ഒരു പരിധിക്കപ്പുറം കടന്നു പോയാൽ FRBM നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും. അത് ധനകാര്യ ഉത്തരവാദിത്വ നിയമം വളരെ പ്രധാനമാണ്. കടം വാങ്ങാനും വാങ്ങുന്ന കടത്തിന് ചുരുങ്ങിയ പലിശയ്ക്ക് അത് കടം കിട്ടാനും ഒക്കെ ആ നിയമം വളരെ പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങളിൽ കടുത്ത അച്ചടക്കം പാലിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അടുത്ത വർഷം അച്ചടക്ക പാലനത്തിനുള്ള ചില ഉപാധികൾ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കടുത്ത പ്രതിസന്ധികൾ നോക്കിക്കഴിഞ്ഞാൽ, പൊതുവിൽ തന്നെ വരുമാന രംഗത്ത് നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി നോക്കിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ചെലവിനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവിനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ധനകാര്യ ഉത്തരവാദിത്വ നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു കടുത്ത സാമ്പത്തിക നിയന്ത്രണം പാലിക്കാൻ നമുക്ക് കഴിയാൻ
തീർക്കാനിടയില്ല. വീണ്ടും കടം വാങ്ങലിൻ്റേതായിട്ടുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കിഫ്ബിയിലൂടെയും അല്ലാതെയും നമ്മൾ കടം വാങ്ങേണ്ടതായിട്ട് വരും. ഈ കടത്തിൻ്റെയൊക്കെ പലിശ കൊടുത്തു തീർക്കാൻ ഭാഗ്യത്തിന് ഈ സർക്കാരാവില്ല, അടുത്ത സർക്കാർ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ധനകാര്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ സംഗതി. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ്, ഒരു കടക്കണിയെക്കുറിച്ചാണ് നമ്മൾ അത് സൂചിപ്പിക്കുന്നത്. നമസ്കാരം.